സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 18 അപ്ഡേറ്റ്സാണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 9, ഷോർട്ട് ലിസ്റ്റ് 7 ഉൾപ്പെടെ 16 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂ അറിയിപ്പ് 1, ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പ് 1. ആദ്യം ഇറാറ്റൻ നോട്ടിഫിക്കേഷൻ. പാലക്കാട് ജില്ലയിലേക്ക് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാബ് അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ 419/2017. അടുത്ത ഷോർട്ട് ലിസ്റ്റ് മലപ്പുറം ജില്ലയിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 27/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിൽ ആകെ 60 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 34 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ് തൃശ്ശൂർ ജില്ലയിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പാർട്ട് ഫസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 27/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിൽ ആകെ 81 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 53 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇൻസ്ട്രക്ടർ ഗ്രേഡ് ഫസ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി എഞ്ചിനീയറിംഗ് കോളേജസ് കാറ്റഗറി നമ്പർ 193/2020. അടുത്തതൊരു ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പാണ്. ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ടൗൺ പ്ലാനിംഗ് സർവേയർ ഗ്രേഡ് ഫസ്റ്റ് കാറ്റഗറി നമ്പർ 554/2021. ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ഫസ്റ്റ് ടൗൺ പ്ലാനിംഗ് സർവേയർ ഗ്രേഡ് ഫസ്റ്റ് സ്റ്റേറ്റ് വീഡ് കാറ്റഗറി നമ്പർ 554/2021 എന്ന തസ്തികയുടെ വൺ ടൈം വെരിഫിക്കേഷൻ 19/1/2024 രാവിലെ 10:30 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ SMS, പ്രൊഫൈൽ മെസ്സേജ് എന്നിവ മുഖേന ലഭ്യമായ അറിയിപ്പ് അനുസരിച്ച് സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം വെരിഫിക്കേഷന് ഹാജരാകേണ്ടതാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. എറണാകുളം ജില്ലയിലേക്ക് NCC, സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം എമംഗ് എക്സ് സർവീസ്മാൻ SC ST ഒള്ളി കാറ്റഗറി നമ്പർ 670/2021. അടുത്ത ഷോർട്ട് ലിസ്റ്റ് എറണാകുളം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ 714/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 51.67. ലിസ്റ്റിലാകെ 112 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 56 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. കൊല്ലം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സീയിങ് ടീച്ചർ ഹൈസ്കൂൾ കാറ്റഗറി നമ്പർ 748/2021. അടുത്തതും ഒരു റാങ്ക് ലിസ്റ്റാണ്. കൊല്ലം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മ്യൂസിക് ടീച്ചർ ഹൈസ്കൂൾ കാറ്റഗറി നമ്പർ 526/2019. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കാറ്റഗറി നമ്പർ 524/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 62.67. ലിസ്റ്റിലാകെ 58 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്ത റാങ്ക് ലിസ്റ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇൻസ്ട്രക്ടർ ഗ്രേഡ് ഫസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കാറ്റഗറി നമ്പർ 194/2020. അടുത്ത റാങ്ക് ലിസ്റ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വയനാട് ജില്ലയിലേക്ക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സാൻസ്ക്രിറ്റ് കാറ്റഗറി നമ്പർ 614/2021. അടുത്തതും ഒരു റാങ്ക് ലിസ്റ്റാണ്. ആലപ്പുഴ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സീയിങ് ടീച്ചർ ഹൈസ്കൂൾ കാറ്റഗറി നമ്പർ 748/2021. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് AC പ്ലാന്റ് ഓപ്പറേറ്റർ ഫസ്റ്റ് NCA ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 276/2022. അടുത്ത റാങ്ക് ലിസ്റ്റ് മലപ്പുറം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സാൻസ്ക്രിറ്റ് കാറ്റഗറി നമ്പർ 614/2021. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ് ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ 162/2022.
തിരുവനന്തപുരം ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിലെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ്, ലബോറട്ടറി അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ്, കാറ്റഗറി നമ്പർ 162/2022 എന്ന തസ്തികയുടെ ഇൻ്റർവ്യൂ 17/1/2024, 18/1/2024, 19/1/2024 എന്നീ തീയതികളിലായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ തിരുവനന്തപുരത്തുള്ള ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ ബഹുമാനപ്പെട്ട കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ, മൊബൈൽ സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈൽ പരിശോധിക്കേണ്ടതാണ്. ഇൻ്റർവ്യൂ മെമ്മോ ഉദ്യോഗാർത്ഥികൾക്ക് അവരവരുടെ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലേക്ക് ഡെപ്യൂട്ടി മാനേജർ, പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, കാറ്റഗറി നമ്പർ 9/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 47.33. ലിസ്റ്റിലാകെ 70 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് UP സ്കൂൾ ടീച്ചർ, മലയാളം മീഡിയം, ഫസ്റ്റ് NCA ധീവര വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 431/2022. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് പരിചയപ്പെടാം. കൊല്ലം ജില്ലയിലേക്ക് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, പത്തനംതിട്ട ജില്ലയിലേക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്നും പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഓവർസിയർ, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ഫസ്റ്റ് ഇലക്ട്രിക്കൽ, ഹെഡ് ഓഫീസിൽ നിന്നും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡെൻ്റൽ ഹൈജീനിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ്, എറണാകുളം ജില്ലയിലേക്ക് ആയുർവേദ കോളേജസിലേക്ക് ഇലക്ട്രീഷ്യൻ, ഹെഡ് ഓഫീസിൽ നിന്നും എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിസർച്ച് ഓഫീസർ, ആലപ്പുഴ ജില്ലയിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ്, ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ്, പത്തനംതിട്ട ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, എറണാകുളം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക്. 20/7/2023 തീയതിയിലെ വിജ്ഞാപന പ്രകാരം 15/12/2023, 22/12/2023 എന്നീ തീയതികളിൽ കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം മേഖലകളിൽ വച്ച് നടത്തിയ കാഴ്ച പരിമിതരായ ഉദ്യോഗാർത്ഥികൾക്കുള്ള 2023 ജൂലൈയിലെ വകുപ്പ് തല വാചാ പരീക്ഷയുടെ ഫലം 9/1/2024 തീയതിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പരീക്ഷാഫലം കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. 2023 ജൂലൈ മാസത്തെ വകുപ്പ് തല പരീക്ഷാ വിജ്ഞാപന പ്രകാരം 16/11/2023 തീയതിയിൽ നടത്തിയ സെക്കൻഡ് ക്ലാസ് ലാംഗ്വേജ് ടെസ്റ്റ് ഇൻ മലയാളം, തമിഴ് ആൻഡ് കന്നഡ എന്ന പേപ്പറിൻ്റെ എഴുത്തു പരീക്ഷയിൽ വിജയിച്ച പരീക്ഷാർത്ഥികൾക്ക് 12/1/2024 തീയതി രാവിലെ 9:30 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് വൈവ OC നടത്തുന്നു. അതിന് മുന്നോടിയായി നടക്കുന്ന വെരിഫിക്കേഷന് പരീക്ഷാർത്ഥികൾ 8 മണിക്ക് ഹാജരാകേണ്ടതാണ്. വാചാ പരീക്ഷയിൽ പങ്കെടുക്കുന്നവർക്ക് അറിയിപ്പ് തപാലിലും SMS ആയും പ്രൊഫൈൽ മെസ്സേജായും നൽകിയിട്ടുണ്ട്. അറിയിപ്പ് ലഭിക്കാത്തവർ വകുപ്പ് തല പരീക്ഷാ വിഭാഗം ജോയിൻറ്റ് സെക്രട്ടറിയുടെ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഉദ്യോഗാർത്ഥികളെ തിരിച്ചറിയാൻ ഇനി ബയോമെട്രിക് സംവിധാനം. PSC നടത്തുന്ന അഭിമുഖം, ഒറ്റത്തവണ പ്രമാണ പരിശോധന, കായികക്ഷമതാ പരീക്ഷ, പ്രായോഗിക പരീക്ഷ, ശാരീരിക അളവെടുപ്പ് എന്നീ ഘട്ടങ്ങളിൽ ഉദ്യോഗാർത്ഥികളുടെ ഐഡൻറ്റിറ്റി പരിശോധിക്കുന്നതിന് 2024 ജനുവരി 10 മുതൽ ബയോമെട്രിക് സംവിധാനം ഏർപ്പെടുത്തുന്നു. പ്രൊഫൈലിൽ ആധാർ ലിങ്ക് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ സംവിധാനം പ്രയോജനപ്പെടുത്തുവാൻ കഴിയുക. അല്ലാത്തവരുടെ ഐഡൻറ്റിറ്റി പരിശോധന നിലവിലുള്ള രീതിയിൽ തുടരുന്നതാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.